നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാതി എന്ന് പറയുന്നത് കേരളത്തിൽ എന്നും ഒരു പ്രശ്നമാണ്. നമ്മളുടെ നാട്ടിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നും ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലുകയും വർഗീയത ഉണ്ടാക്കുകയും ചെയ്യുന്ന വലിയ കീടങ്ങൾ നമുക്കിടയിൽ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ അധികാരത്തിലേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായിട്ട് ഉച്ചരിച്ചപ്പോൾ അവിടെയും ചില ജാതീയ പരാമർശങ്ങൾ നടത്താൻ ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്രയും കാലം വി.ഡി. സതീശൻ എന്ന് മാത്രം കേട്ടിരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ സമയത്ത് ഇതിനിടയിൽ ഒരു മേനോൻ എന്ന് പറയുന്ന ഒരു പരാമർശം കൂടെ കേൾക്കുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ അയാളുടെ സംഘപരിവാർ രീതികളാണ് വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായത്. എന്നാൽ കേരളത്തിൽ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഉണ്ടായ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ വിവാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നൽകുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊക്കെയുള്ള വിശദീകരണമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. മന്ത്രിസഭാ യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ജാതിപ്പേര് പരാമർശം, വകുപ്പ് വിഭജനങ്ങളിലെ തർക്കങ്ങൾ, സമുദായ നേതാക്കളെ സന്ദർശിച്ചതിലെ നിലപാട് മാറ്റം, സിൽവർ ലൈൻ തുടങ്ങിയിട്ടുള്ള സുപ്രധാന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തന്റെ സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കി മറുപടി നൽകിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ വേളയിൽ താൻ ജാതിപ്പേര് ഉപയോഗിച്ചു എന്ന തരത്തിൽ ഉയരുന്ന കടുത്ത വിമർശനങ്ങൾ അതേറെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വളരെ വൈകാരികമായിട്ടായിരുന്നു മറുപടിയും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ജാതി പേരല്ല, മറിച്ച് തന്റെ അച്ഛന്റെ പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വായിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ചടങ്ങിനിടെ തന്റെ അമ്മയെയും മനസ്സാ സ്മരിച്ചുവെന്നും അമ്മയുടെ പേര് പറയാൻ അവിടെ സാങ്കേതികമായി അവസരമുണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായും താൻ അമ്മയുടെ പേരും പറയുമായിരുന്നു എന്നാണ് CMന്റെ പ്രതികരണം. നമ്മളെ വളർത്തിയ അച്ഛനെയും അമ്മയെയും അത്തരം സുപ്രധാന നിമിഷങ്ങളിൽ ഓർക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നും അവരുടെ പേര് പറയുന്നതിൽ താൻ ഏറെ അഭിമാനിക്കുന്നുവെന്നുമാണ് വി.ഡി. സതീശന്റെ വ്യക്തമാക്കൽ. തന്റെ അച്ഛന്റെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹത്തിന്റെ പേര് അതുതന്നെയാണ് എന്നും പറഞ്ഞ മുഖ്യമന്ത്രി MLA ആകുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേര് ഔദ്യോഗിക രേഖകളിലുള്ളതുപോലെ മുഴുവനായി വായിക്കുകയാണ് ചെയ്തത് എന്നും ചൂണ്ടിക്കാണിച്ചു. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ, എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. സാധാരണയായി പാസ്പോർട്ടിലും മറ്റുമുള്ളതുപോലെയുള്ള തന്റെ പൂർണ്ണമായ പേരാണ് താൻ ഉപയോഗിച്ചത്. ഇതിൽ മറ്റ് ജാതീയ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തേണ്ടതില്ല എന്നും കുറുക്കിക്കൊള്ളുന്ന മറുപടി പോലെ വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുകയാണ്. നേരത്തെ 2021 മെയ് 24 നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തും വി.ഡി. സതീശൻ എന്ന ഞാൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇത് വിവാദമാകാനുള്ള കാരണം. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ സമയത്ത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇതുവരെ ഇല്ലാതിരുന്ന സവർണ ജാതിവാൽ മേനോൻ ഉറക്കെ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിയതും ചടങ്ങിലെ മതനിരപേക്ഷ വരികളെ മറികടന്ന് വന്ദേ മാതരം ചൊല്ലിയതുമൊക്കെ അദ്ദേഹത്തിന്റെ മുൻകാല മതേതര നിലപാടുകൾ പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഇതിനൊക്കെ മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിനാണ് അച്ഛന്റെ പേര് മാത്രമാണ് താൻ വായിച്ചത് എന്നുള്ള വിശദീകരണം മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം UDF മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ K. മുരളീധരന്റെ പ്രസ്താവനകളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ നടന്ന ദിവസം രാത്രി തന്നെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും UDFൽ പൂർത്തീകരിച്ചിരുന്നു എന്നാണ് CM വ്യക്തമാക്കുന്നത്. ഗവർണർ തൃശൂരിലേക്ക് പോയതിനാൽ സ്ഥലത്തില്ലെന്ന വിവരം വൈകിയാണ് അറിഞ്ഞത്. രാത്രിയോടെ തിരികെ എത്തിയ ഗവർണർക്ക് വൈകിട്ട്
രാവിലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങുന്ന അന്തിമ പട്ടിക സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ എവിടെയാണ് താമസം നേരിട്ടത് എന്നും വകുപ്പുകളെ ചൊല്ലി യാതൊരുവിധ തർക്കങ്ങളും നിലവിലില്ല എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മറുപടി പറയുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളെല്ലാം സുതാര്യമായി പൂർത്തിയാക്കിയിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും മുന്നണികളിലില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ പുതിയ മന്ത്രിസഭയിലെ വകുപ്പുകളെ ചൊല്ലി മുന്നണികളിലും പാർട്ടിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനയാണ് മുരളീധരന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള ചില പ്രധാന വകുപ്പുകളെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ചില വകുപ്പുകളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുമായിരുന്നു മുരളീധരൻ നൽകിയിരുന്ന സൂചന. ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്തു തന്നെ ചില വകുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം സൂചന നൽകിയത്. മുരളീധരന്റെ ഈ പരസ്യ പ്രതികരണം പുതിയ UDF ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ആഭ്യന്തര ഭിന്നതയുടെ നിഴൽ വീഴ്ചയാണ് എന്നും ചർച്ചകളെല്ലാം രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിന്റെയും നീക്കമെന്നുമൊക്കെയുള്ള രീതിയിൽ ചർച്ചകൾ പോയി. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റയുടൻ വിവിധ സമുദായ നേതാക്കളെ കാണാൻ പോയതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് കടുത്ത നിലപാടെടുത്തയാൾ മുഖ്യമന്ത്രിയായ ഉടൻ ബിഷപ്പ് ഹൗസുകളിലും മറ്റും ഓടിയെത്തി അനുനയ ചർച്ചകൾ നടത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് താൻ മുൻപ് അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതൊന്ന് ക്വോട്ട് ചെയ്ത് കാണിക്കുകയെന്നാണ് മാധ്യമപ്രവർത്തകരുടെ മുഖ്യമന്ത്രിയുടെ മറുപടി. പണ്ട് നേതാക്കളോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും എനിക്കിഷ്ടമുള്ളവരെയൊക്കെ താൻ പോയി കാണുമെന്നും CM പറയുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് LDF സർക്കാർ വിശേഷിപ്പിച്ചിരുന്ന അർദ്ധ അതിവേഗ റെയിൽവേ പാത, അതായത് സിൽവർ ലൈൻ, അത് ഔദ്യോഗികമായി റദ്ദാക്കുന്ന ഒരു വാർത്താ സമ്മേളനം കൂടെയായിരുന്നു ഇന്ന് നടന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും നിലനിൽക്കുന്ന കേസുകളിൽ അവയുടെ സ്വഭാവം അനുസരിച്ച് അടിയന്തരമായി പിൻവലിക്കാനുള്ള ശുപാർശ നൽകണമെന്നും കോടതിക്ക് മുൻപിൽ ശുപാർശ നൽകുമെന്നുള്ള സൂചനയും ലഭിക്കുന്നു. കൂടാതെ പദ്ധതിയുടെ അതിരടയാളപ്പെടുത്തലിന്റെ ഭാഗമായി ജനവാസ മേഖലകളിലും പുരയിടങ്ങളിലും സ്ഥാപിച്ച വിവാദമായ മഞ്ഞക്കുറ്റികൾ മുഴുവൻ നീക്കം ചെയ്യാനും റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് CMന്റെ ഭാഗത്തു നിന്നുണ്ടായത്.